കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശബരിമല തീർത്ഥാടകന് 1 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകി. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ഹീമോഫീലിയ രോഗിയായ ശബരിമല തീർത്ഥാടകൻ ആന്ധ്ര നെല്ലൂർ സ്വദേശി രംഗനാഥന് 1 ലക്ഷം രൂപയുടെ ചികിത്സ സംസ്ഥാന സർക്കാരിന്റെ ആശാധാര പദ്ധതിയിലൂടെ സൗജന്യമായി നൽകുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാൽമുട്ടിന് നീരുവീക്കവുമായി ആന്ധ്രയിലെ നെല്ലൂരിൽ ചികിത്സ തേടിയെങ്കിലും കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് മൂലം തീർത്ഥാടന യാത്രയ്ക്കിടെ കാൽമുട്ടിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു. രക്തം വാർന്ന ക്ഷീണിതനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷമാണ് രംഗനാഥൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയത്. രോഗിക്ക് തുടക്കത്തിൽ ആവശ്യം രക്തം നൽകിയ ശേഷം ഏതുതരം രക്തഘടകത്തിന്റെ അഭാവം മൂലമുള്ള രോഗമാണെന്ന് പരിശോധിച്ച് അത് നൽകുകയാണ് ചെയ്യുന്നത്. കൃത്യമായ 8ാം രക്തഘടകത്തിന്റെ അഭാവം കണ്ടെത്തി അത് നൽകി രക്തസ്രാവം നിയന്ത്രിക്കുകയായിരുന്നു. 1000 യൂണിറ്റിന് 6000 രൂപ വിലമതിക്കുന്ന 16000 യൂണിറ്റ് രക്തഘടകമാണ് രോഗിക്ക് നൽകുന്നത്. 96,000 രൂപ വിലമതിക്കുന്ന മരുന്നാണിത്. രംഗനാഥൻ ആന്ധ്ര നെല്ലൂർ ജില്ലയിൽ സ്വകാര്യ സ്കൂളിൽ UP തലത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. മെഡിക്കൽ കോളേജിൽ യൂണിറ്റ് ചീഫ് ഡോക്ടർ ടി പ്രശാന്ത് കുമാർ, ഡോക്ടർ അതുല്യ ജി അശോക് എന്നിവരാണ് ചികിത്സകൾക്ക് നേതൃത്വം നൽകിയത്. ഹൈ ഡിസ്പെൻസറി യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരുന്ന രോഗി 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങും.